ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ കറൻ്റ്ലി നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ ഓക്കെ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡുകൾ. ഓക്കെ, ഇത് മൂൺ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് നോക്കുവാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ ഈ ഒരു പേഴ്സന്റെ ലൈഫിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്, തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം നിങ്ങളോടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പൊ നിങ്ങളോട് വളരെയധികം സ്നേഹം അവർ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. വളരെയധികം സ്നേഹം അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ ആ ഒരു പേഴ്സന്റെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പറ്റാത്ത രീതിയിൽ ഒരു സ്റ്റക്നെസ് ആയിട്ട് മാറുന്ന കുറേ തടസ്സങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് ഉള്ള വ്യക്തിയാണെങ്കിൽ അവരിപ്പോൾ മറ്റൊരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും വേറെ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. അപ്പം അതിനകത്ത് നിന്ന് ഒരു സന്തോഷം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അവരാ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു സന്തോഷം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. ആ ഒരു വ്യക്തി കൂടുതൽ പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കറന്റ്ലി പല ഓഫേഴ്സ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. ആ ഒരു പേഴ്സന്റെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ടാകാം, വേറെ പല ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടാകാം. പക്ഷെ അതിലൊന്നും ഈ ഒരു പേഴ്സണ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് കാണുന്നത്. അവരുടെ ചിന്തയെന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് അല്ല, ആ ഒരു പാസ്റ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മറ്റൊന്നിലും ആ ഒരു പേഴ്സണ് സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ബാലൻസ് ശരിക്കും അങ്ങനെ ഒരു നല്ലൊരു നോർമൽ ബാലൻസിലേക്ക് വരാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കാം ഇപ്പോൾ കറന്റ്ലി ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ബാലൻസ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് താഴെ വെച്ചിട്ട് പോയ ഒരു വ്യക്തിയായിരിക്കാം ഇവർ. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് അവരുടെ ലൈഫിൽ നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റക്ക് അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് ഈ പേഴ്സൺ ഫുൾ ആൻഡ് ഫുള്ള് നമ്മളിവിടെ കാണുന്നത്. ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് സ്ട്രഗിൾസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില തടസ്സങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതായത് ഈ ഒരു വ്യക്തി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിനകത്തുള്ള പേടി, മുന്നോട്ട് പോകാനുള്ള ഒരു ആൻസൈറ്റി, ഫിയർ, ടെൻഷൻ ഒക്കെ നമ്മുടെ ലൈഫിൽ തടസ്സങ്ങളായിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഓവർ തിങ്കിങ്, അതായത് ചിന്തിച്ച് കാട് കയറുക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ നമ്മൾ തന്നെ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉണ്ട്. എങ്കിലും
അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ എല്ലാം ഒന്ന് ഹാപ്പി ആയിട്ട് വരാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരതൊക്കെ തന്നെയാണ് എപ്പോഴും ആലോചിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര ഹാപ്പി ആയിരുന്നു പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, ഒരു റിലേഷനിൽ ആ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ഹാപ്പി മൂമെന്റ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ കറന്റ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഇട്ടെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ചില പ്രശ്നങ്ങളും അവരെ ഇങ്ങനെ കുരുക്കി നിർത്തുകയാണ്. ഇതിലേക്ക് അവർ വരാനായിട്ട് ഓരോ പ്രാവശ്യവും ഇങ്ങനെ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോഴായിരിക്കാം അവർക്ക് അവരുടെ മുന്നിലേക്ക് ഒരു തടസ്സം ഇങ്ങനെ കടന്നു വരുന്നു. അത്രയും തീവ്രമായിട്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട്. അപ്പൊ ചില കാര്യങ്ങൾ ആ സമയത്ത് അവരെ തടഞ്ഞു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെ ചില കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കി നിർത്തുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചിലർക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തീർത്തും സെപ്പറേഷനിൽ പോകുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ചിലരാണെങ്കിൽ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ വരുന്നവരായിരിക്കാം. ബ്രേക്കപ്പ് ആയവരും ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓൺ ആൻഡ് ഓഫ് രീതിയിൽ വരുന്നവർ വളരെ കുറച്ച് പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ നോക്കുന്നത് ഈ ഒരു പേഴ്സന്റെ കറന്റ്ലി ഉള്ള കാര്യങ്ങളാണ്. അപ്പം പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥ, അതുപോലെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എല്ലാം ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉണ്ടാവാം. വളരെ ആഗ്രഹിച്ചിട്ടും പല കാര്യങ്ങളും ലൈഫിൽ നടത്താൻ പറ്റാത്ത അവരുടെ ഒരു അവസ്ഥയാണ് നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരു സാഹചര്യം അതിനെ സമ്മതിക്കുന്നില്ല. ചില വ്യക്തികള്, ബന്ധങ്ങള്, ചില കടപ്പാടുകള്, നമ്മുടേതായ ഒട്ടനവധി റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കാറില്ല. അപ്പം റിലേഷൻഷിപ്പിൽ മാത്രമല്ല പല കാര്യങ്ങളിലും മാറ്റിവെച്ച് മുന്നോട്ടേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ചില സ്ത്രീകളെയൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകാം, വിവാഹം വരെ ഒരുപാട് കഴിവുകളും ഒത്തിരി ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ അവരുടേതായ ആ ഒരു ലോകത്തേക്ക് ഒതുങ്ങിപ്പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഒക്കെ ഉള്ള പേഴ്സൺസ് ആയിരിക്കാം. അതെല്ലാം അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ അവരുടെ കുടുംബം അല്ലെങ്കിൽ ആ ഒരു ലൈഫിന് വേണ്ടിയിട്ട് അവർ പലതും വേണ്ട എന്ന് വെക്കുന്നു. മേ ബി അവരുടെ സന്തോഷങ്ങളായിരിക്കാം, അവരുടെ പാഷനായിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സണ് ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം, ഇതേ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് ആഗ്രഹം മനസ്സിനകത്ത് തോന്നുമെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരാൻ ഇവിടെ ചില തടസ്സങ്ങൾ കാണാം. അപ്പൊ ആ ഒരു തടസ്സങ്ങളെ എല്ലാം ചെറുത്ത് തോൽപ്പിക്കാമെന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഒക്കെ ആയിരിക്കാം. എങ്കിൽ പോലും എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് ഞാൻ വരുമെന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്ന ഒരു എനർജി, നമുക്ക് കറണ്ട് എനർജി നോക്കുമ്പോൾ ട്രൂ ഫീലിങ്സ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. പക്ഷെ വീണ്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അവർ വീണ്ടും തളർന്നു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട്, അവർക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലെങ്കിൽ പോലും അവരുടെ ഒരു കയ്യിലിരിപ്പുണ്ട് അല്ലെങ്കിൽ ഈഗോ കാരണമൊക്കെ റിലേഷനിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ആളുകളെ കാണാറുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സണെ തടഞ്ഞു നിർത്തുന്നത് വേറെ പല കാരണങ്ങളുമാണ്. അതൊന്നുമല്ല ഈഗോയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. അവർക്ക് ആഗ്രഹമുണ്ട്, എന്നിട്ടും കഴിയുന്നില്ല. ഒരു ായി പെട്ടുപോകുന്ന രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. ചില സമയത്ത് പോസിറ്റീവായിട്ട് തോന്നും, ചില സമയത്ത് നെഗറ്റീവായിട്ട് തോന്നും. അപ്പൊ അവരുടെ ചിന്തകൾ ആകെ ഒരു ബന്ധനത്തിൽ പെട്ടതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ആൻസൈറ്റി ഉണ്ട്, ടെൻഷൻ, ഡിപ്രഷൻ. അവർക്ക് ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെയാണ് അവർക്ക്. ടെൻഷനാണ് ഭയങ്കര. ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് പറ്റുന്നില്ല. അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് പോലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്.
അതുപോലെ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ വീണ്ടും ചില കാര്യങ്ങൾ കൊണ്ട് അവിടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ സ്റ്റോപ്പായി പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും അതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ തോന്നുന്നത്. അപ്പം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പലരെയും വേദനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ പലർക്കും വിഷമം ഉണ്ടാകും, നിങ്ങളുടെ ലൈഫിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ അവരെ ഒരു സ്റ്റക്കാക്കി നിർത്താനുള്ള ഒരു കാരണമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവര് ഒരു സ്നേഹവും കാണിക്കുന്നില്ലല്ലോ എന്നൊരു രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവർക്കൊരു സ്നേഹം ഇല്ല എന്നുള്ള രീതിയിൽ, കാരണം അവരുടെ പ്രവൃത്തികൾ അങ്ങനെയായിരിക്കാം. അപ്പോൾ ഇവര് ഒരു ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സമയം അല്ലാത്തത് കൊണ്ടുമായിരിക്കും. പലപ്പോഴും വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക്. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അറിയാം അവർക്ക്. നിങ്ങൾ ഏതൊരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ അവർക്ക് അറിയാമെങ്കിലും പലപ്പോഴും അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലായിരിക്കും അവരുടെ ഒരു എനർജി എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ചിലർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. മറ്റു കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നീണ്ട ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ അകന്നു പോയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാകാം. അപ്പം അവരുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആവുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയാണുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ വളരെ എല്ലാവരുടെയും ഈ ഒരു ഏത് സിറ്റുവേഷനുള്ള ആളുകളാണെങ്കിലും അവരുടെ ടോട്ടൽ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെന്ന വ്യക്തി ഉണ്ടെങ്കിലേ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളെയാണ്. അപ്പം അവർക്ക് വേറെ പല സന്തോഷങ്ങളും അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. അവർക്ക് ആ ഒരു സന്തോഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ തീർത്തും ലൈഫിൽ നിങ്ങൾ കൂടി വേണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഈ പേഴ്സൺ എത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ ന്യൂ ബിഗിനിങ്ങിന്റെ ഒരു എനർജിയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതായത് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നു. ഒരു റീസ്റ്റാർട്ടിലേക്ക് പോയാൽ മതി എന്നൊരു ആഗ്രഹം അവർക്കുണ്ട്. അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരെ കൊണ്ട് അതിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുന്നില്ലാത്ത ഒരു ഫീലിങ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുവിധം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് ലോങ് ഹെയർ, നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. റീഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 1985 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ, ലോഡ്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നു. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. 1986 എന്ന് പറയുന്നൊരു വർഷവും കിട്ടുന്നുണ്ട്. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നു. ലെറ്റർ N, നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ജാനുവരി മന്ത്, നമ്പർ 13, ലെറ്റർ P, ഈഗോ, നമ്പർ 33, കണ്ണൂർ ജില്ല. മ്യൂസിക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിചാരിക്കുന്നു. 777 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്ന പോസിബിലിറ്റി വരുന്നു. ലെറ്റർ U നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1977 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ട്രൂ ലവ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ. 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1988 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെക് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു. നമ്പർ 56 കിട്ടുന്നുണ്ട്. പർപ്പിൾ കളർ, ക്രേസി, നിങ്ങളുടെ പേഴ്സൺ നല്ല ക്രേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നമ്പർ 25. ഓക്കെ, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. നമ്പർ 22 നമുക്ക് കിട്ടുന്നു. നമ്പർ 23, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. മ്യൂസിക്, ഓറഞ്ച്,
Number 39, sensitive. Letter L, letter B, green color. Number 50, 1 month. അപ്പോൾ ഇത്രയും ക്ലൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.